ഇനി മറ്റ് ചില വാർത്തകളിലേക്ക് പോയാൽ കെപിസിസി നേതൃത്വത്തെ വെല്ലുവിളിച്ച് സിമി റോസ്ബെൽ ജോൺ വെളിപ്പെടുത്തൽ നടത്തിയത് സിപിഎമ്മുമായി ഒത്തുകളിച്ചാണെന്ന ആരോപണം തെളിയിച്ചാൽ തലമുണ്ടനം ചെയ്യുമെന്നാണ് പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പിനായി ഡി.കെ. ശിവകുമാർ നൽകിയ പണം കോൺഗ്രസ് നേതാക്കൾ തിരിമറി നടത്തിയെന്ന ആരോപണവും സിമി ഉന്നയിച്ചു. ഇതിനിടെ സിമി റോസ്ബെൽ നടത്തിയ വെളിപ്പെടുത്തലിൽ കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം രംഗത്തെത്തി. കോൺഗ്രസിലെ വനിതാ നേതാക്കളെ അധിക്ഷേപിച്ച മുൻ AICC അംഗവും PSC അംഗവുമായിരുന്ന സിമി റോസ്ബെൽ ജോണിനെ കഴിഞ്ഞ ദിവസമാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ട സിമി താൻ CPM-നെ കൂട്ടുപിടിച്ചാണ് ന്യൂസ് 18 കേരളത്തിന് അഭിമുഖം നൽകിയതെന്ന VD സതീശന്റെ ആരോപണത്തെ പൂർണ്ണമായും തള്ളി. ഞാൻ വെല്ലുവിളിക്കുന്ന അദ്ദേഹത്തോട് തെളിയിക്കാനായിട്ട് വെല്ലുവിളിക്കുന്ന CPM-ആയിട്ട് ഗൂഢാലോചനയുണ്ടെങ്കിൽ ഞാൻ ശിരസ് മുണ്ടനം ചെയ്ത് KPCCക്ക് സമർപ്പിക്കുന്നതാണ്. പാർട്ടിയിലെ ചില നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണ പരാതിയുണ്ടെന്നും അതിന്റെ തെളിവ് തന്റെ കയ്യിലുണ്ടെന്നും സിമി റോസ്ബെൽ വെളിപ്പെടുത്തി. കെ സുധാകരന് സഹായിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും എന്നാൽ പലരെയും പേടിയാണെന്നും സിമി കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തോട് ആരെന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് ഉള്ളിനുള്ളിൽ ഒരു നന്മയുള്ള വ്യക്തിയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് സഹായിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ പേടിയാണ്. അതിനിടെ ചില നേതാക്കൾക്കെതിരെ വലിയ സാമ്പത്തിക ആരോപണം കൂടി സിമി ഉന്നയിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്നും ഡി.കെ. ശിവകുമാർ കായവണ്ടിയിൽ 30 ലക്ഷം കേരളത്തിലെത്തിച്ചു. അതെവിടെയെന്നും സിമി ചോദിച്ചു. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചത് ഡി.കെ. ശിവകുമാർ കൊടുത്ത 30 കോടി ഒരു കായവണ്ടി വന്നു, അത് എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല. അതിന്റെ രേഖകൾ ഇന്ന് എനിക്ക് മിക്കവാറും കിട്ടും. സിമി റോസ്ബെലിന്റെ ആരോപണത്തിൽ പാർട്ടി നേതൃത്വം മറുപടി പറയണമെന്ന് MV ഗോവിന്ദൻ. അല്ല, അവരുന്നയിച്ച കാര്യം പത്രത്തിലൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്, വാർത്ത വന്നിട്ടുണ്ട്. കാരണം കോൺഗ്രസാണ് മൊഴി പറയേണ്ടത്. അതായത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച ഒരാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് അവരിന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കോൺഗ്രസാണ് മൊഴി പറയേണ്ടത്. എന്തായാലും ഇന്ന് സിമി നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരാണ്. ഇതൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.